ആദ്യം പോകുന്നത് സതീഷ് വസന്തിലേക്കാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇപ്പോൾ അനിൽ വിളയിൽ പറഞ്ഞു നിർത്തിയത് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ഈ SITക്ക് സ്വന്തമായി ഇത്രയും ബൃഹത്തായ ഒരു കൊള്ളയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ കൊണ്ടുവരാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കുറ്റപത്രം വൈകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജോർജ് ജോസഫ് സാറ് സൂചിപ്പിക്കുകയും കൂടി ചെയ്തു. ഇതിൽ കേന്ദ്ര ഏജൻസി ഇക്കാര്യത്തിൽ ഇടപെടുന്നതല്ലേ നല്ലത്? നിലിമ, അതിന് മുമ്പേ ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞ ഒരു കാര്യം, ബഹുമാനപ്പെട്ട അനിൽ വിളയിൽ താങ്കൾ ഒരു അഭിഭാഷകനാണ്. താങ്കൾ സംസാരിക്കേണ്ട ഇപ്പോൾ വിശ്വഹിന്ദു VHSൻ്റെ ഭാഗത്ത് നിന്നാണ്. നോക്കൂ, ഈ ശബരിമല അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ദേവാലയങ്ങളൊക്കെ ഭരിക്കുന്നത് അഹിന്ദുക്കളാണോ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ മുസ്ലിങ്ങളെ ക്രിസ്ത്യൻസിനെയൊക്കെ പറയുന്നത് ഇത് ഇന്ത്യ മകൻ അല്ല. ഞാൻ പറയുന്നത് ആണോ ആണോ അല്ല ഞാൻ പറഞ്ഞത് അല്ലല്ലോ. അല്ല ഞാൻ പറയട്ടു. തന്ത്രി അവിടുത്തെ ഏറ്റവും വലിയ അവസാന വാക്കുന്നത് തന്ത്രി ഹിന്ദുവാണോ? നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ശരിയായ നടപടി ലഭിക്കുന്നത്. നോക്കൂ, കേരളത്തിലെ അക്ഷരം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹിന്ദു മത വിശ്വാസികൾക്ക് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണം വിട്ടുകൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ശബരിമലയിൽ അല്ലെങ്കിൽ ദേവസ്വത്തിന് ജോലി ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പോകുന്നത് ശരിയല്ല. ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഹിന്ദു ദേവസ്വം പോലുള്ള ജീവനക്കാരെല്ലാം ഹിന്ദുമത വിശ്വാസികളല്ലേ അവിടെ ജോലി ചെയ്യുന്നത്? അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഹിന്ദുമത വിശ്വാസികളല്ലേ? അല്ലേ? ഇന്ന് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അല്ലല്ല ശരിയാ. അല്ലല്ല ഞാൻ ഇത്രയും പറയുന്നത് ഒരു കേസ് വന്നിട്ടുണ്ട്. അത് ആര് ചെയ്താലും അത് പിടിക്കപ്പെടണം. അത് മറ്റുള്ള മതങ്ങളിലേക്ക് നമ്മൾ എന്തിനാണ് അത് കടക്കുന്നത്? കേരളത്തിൽ ഒരു സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അത് ആ കൺകറന്റ് ലിസ്റ്റിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡുകളെല്ലാം ഇതാണോ? അല്ലെങ്കിൽ മുസ്ലിം പള്ളികളെല്ലാം ഹിന്ദുക്കളാണോ ഭരിക്കുന്നത്? അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളെല്ലാം ഹിന്ദുക്കളാണോ ഭരിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. അവരവരുടെ സമുദായത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലേ, ഈ കേസിന് നാൾ വഴിയായി നമ്മൾ മറ്റുള്ള മതങ്ങളെയൊന്നും കുറ്റം പറയല്ലേ. നമ്മളെ മതത്തിന് നമ്മളെ ആൾക്കാർ ചെയ്തതിന് മറ്റുള്ള മതങ്ങളെ എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? ഈ ചെയ്തിട്ടുള്ള ആളുകൾ ആരാണോ? അല്ലല്ല, ആ പരാമർശം വരാൻ പാടില്ല. അല്ല, ആ പരാമർശം പ്രത്യേകിച്ച് അങ്ങനെയല്ല. അല്ലല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഈ പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് അവിടെ എഴുതി വെച്ചേക്കുന്ന തത്വമനസ്സി എല്ലാവരെയും ഞാൻ സ്വീകരിക്കുന്നതാണ്. അങ്ങനെയല്ലേ? പിന്നെ എങ്ങനെയാണ് മതത്തിൻ്റെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്? അത് ശരിയായ നടപടിയല്ല എന്നേ പറഞ്ഞുള്ളൂ. ആര് കട്ടുകൊണ്ട് പോയാലും അത് തിരിച്ചെടുക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളുടെ ആവശ്യമാണ്. അത് മറ്റുള്ള മതങ്ങളിൽ നമ്മൾ കൂട്ടുപിടിക്കല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല ഇതിന് വേറൊരു ഇതില്ല. കാലാകാലങ്ങൾ ഇപ്പം ശരിയായ നടപടിയല്ല. ക്ലിയർ ആക്കൂ. കാരണം ഈ ചർച്ചയിൽ പറയാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഇടത് പ്രതിനിധി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരു അംഗമായി ഇരിക്കുന്നതിന്റെ അടിസ്ഥാന യോഗ്യത ദൈവവിശ്വാസം ഇല്ലായിരിക്കുക എന്ന് തന്നെയാണ്. പത്മകുമാർ എന്ന് പറയുന്ന ആള് സംസ്ഥാനത്തെ ഈ CPM-ന്റെ ജില്ലാ ഘടകത്തിൽ പ്രവർത്തിച്ച പാർട്ടി അംഗമാണ്. അദ്ദേഹം ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണല്ലോ നിയമപ്രകാരം, പാർട്ടി നിയമപ്രകാരം. അമ്പലം ഭരിക്കാൻ പോകുന്നത് അവിശ്വാസികളല്ല ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത്, രാഷ്ട്രീയക്കാരല്ല ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കള്ളന്മാരും ധാർമ്മികത ഇല്ലാത്തവരുമല്ല ഭരിക്കേണ്ടത്. ആ പൊതുസമൂഹത്തിലെ ഹിന്ദു മത വിശ്വാസികൾ, ഹിന്ദു ആചാരങ്ങൾ അറിയാവുന്നവര്, ആ ഹൈന്ദവ ബിംബങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിവും പ്രാപ്തിയുമുള്ള വിശ്വാസി സമൂഹമായിരിക്കണം ഭരണം നടത്തേണ്ടത്. ഞാൻ അത് തന്നെ ചോദിച്ചുള്ളൂ. ഇപ്പൊ തന്ത്രി വന്നതിൽ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അവിടെ ആരാണ് കൊണ്ടുവരേണ്ടത്? തന്ത്രി കേസിൽ ഉൾപ്പെട്ട് മാത്രം രാഷ്ട്രീയക്കാരും ബാക്കിയുള്ള ഈ അവിശ്വാസികൾ. അല്ല ഞാൻ പറയുന്നത് തന്ത്രി ഉൾപ്പെട്ടാകത്തല്ലേ വിശ്വാസികൾ? അത് വിശ്വാസിയല്ലേ? അദ്ദേഹം ഇപ്പൊ അകത്ത് കിടക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത്? തന്ത്രി അവിടുത്തെ അവസാന വാക്കെന്ന് പറയുന്നത് തന്ത്രിയാണ്. ആ തന്ത്രി അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് മറ്റുള്ള മതവിശ്വാസം നമ്മളിൽ കൂട്ടുപിടിക്കല്ലേ? ഞാൻ ഒരു കാരണവശാലും കൂട്ടുപിടിക്കല്ലേ? അതിപ്പം അതില്ല, സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഈ ഉദ്യോഗസ്ഥന്മാരിലെ വരെ പറഞ്ഞത് ഇവർ ഭരിക്കുന്നത്. ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ പോകുകയാണ്. അദ്ദേഹം പറയട്ടെ, താങ്കൾക്ക് മറുപടി പറയാൻ അവസരം തരാം.
ഹിന്ദുവിന് ഭാരതത്തിൽ ലഭിക്കുന്ന നാൾ വരെ ഈ പോരാട്ടം ഈ രാജ്യത്ത് തുടരുക തന്നെ ചെയ്യും. അല്ല അത് പോരാടിയിട്ടൊന്നും കാര്യമില്ലെന്നേ. ഈ ആൾക്കാരെ വെച്ചോണ്ടല്ലേ ഇവിടെ ഭരിക്കുന്നത്. ഈ ആൾക്കാരല്ലേ അവിടെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അവരെയൊക്കെ മാറ്റാൻ പറ്റുമോ? അല്ല അങ്ങനെയൊക്കെ അവരെയൊക്കെ മാറ്റാൻ പറ്റുമോ? വർഷങ്ങളായി നടക്കുന്ന കൊള്ള. ഞാൻ പറഞ്ഞു അത് കണ്ടുപിടിക്കണം. അതിന് ഒരു തർക്കമില്ലെന്നേ. ഞാനോ ഇടതുപക്ഷമോ അങ്ങനെയൊന്നും തർക്കമല്ല. ഞാനതല്ല പറയുന്നത്. അത് ഭരിക്കുന്നത് വേറെ ആരും അല്ലാന്ന് ഞാൻ പറഞ്ഞോളൂ. അത് ഹിന്ദുക്കളെന്നെ അവിടെ പോകുന്നത്, ഹിന്ദുക്കളെന്നെ അടിച്ചു മാറ്റുന്നത് വേറെ ആരുമല്ല. കൈകാര്യം ചെയ്ത ദിനങ്ങൾ ഉണ്ടാകുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവരല്ല ഭരിക്കേണ്ടത്. ഹിന്ദുവിന്റെ ആരാധനാലയം ഭരിക്കേണ്ട ഹിന്ദു മതവിശ്വാസിയാണ്, അല്ലാതെ ഉദ്യോഗസ്ഥരല്ല, രാഷ്ട്രീയക്കാരല്ല, അവിശ്വാസികളല്ല. ഹിന്ദു വിശ്വാസികൾ താങ്കൾ ഉദ്ദേശിക്കുന്ന ഏത് രീതിയിൽ പറയും. അല്ല നിങ്ങൾ രാജ്യത്തെ വയ്ക്കൂ. അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു വിശ്വാസം വയ്ക്കൂ. പത്മകുമാർ വിശ്വാസിയാണോ അല്ലയോ? പത്മകുമാർ വിശ്വാസിയാണോ? അദ്ദേഹം പോലെ രാജകുടുംബത്തിലൊരു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടെ പോകുന്നത്. അങ്ങനെയാണോ അവിടെ പോകുന്നത്? പത്മകുമാറെ രാജകുടുംബത്തിലെ അംഗമെന്നൊന്നും പറഞ്ഞ് വിശേഷിപ്പിക്കാതെ അദ്ദേഹം ശുദ്ധ കള്ളനാണ്. അല്ല ആയിരിക്കാം ഞാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ വിശ്വാസി ശങ്കരദാസനാരാണ് വിശ്വാസിയല്ലേ? അല്ലല്ലോ നേരത്തെ അല്ല ഞാൻ പറഞ്ഞത് നേരത്തെ പ്രയാർ ഗോപാലകൃഷ്ണൻ വിശ്വാസിയല്ലേ? ഇപ്പൊ പ്രശാന്ത് വിശ്വാസിയല്ലേ? അങ്ങ് പറഞ്ഞു അവിടെ ഇരിക്കുന്നതെല്ലാം ഹിന്ദുക്കളാണ്. ശരി, സമ്മതിച്ചു. പക്ഷെ പത്മകുമാർ വിശ്വാസിയാണോ അല്ലയോ? വിശ്വാസിയാണെങ്കിൽ ഇത്ര വലിയ ഒരു കവർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങുമോ? അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ മുന്നിട്ടിറങ്ങുമോ? അതൊന്ന് വ്യക്തമാക്കൂ. അല്ല തിരിച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഏറ്റവും വലിയ വിശ്വാസി അവസാനത്തെ വാക്കെന്ന് പറഞ്ഞ തന്ത്രി, അദ്ദേഹം ഇപ്പൊ ജയിലിൽ കിടക്കില്ല. നിങ്ങൾ അതിനെപ്പറ്റി എന്താ പറയാത്തത്? മന്ത്രിയാണെങ്കിലും സിനിമാ നടനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആർക്കും എക്സംഷൻ ഇല്ല. തന്ത്രി ആയതുകൊണ്ട് എക്സംഷൻ ഞാൻ വേറൊന്നും പറയില്ല. അങ്ങ് പറഞ്ഞതിന് ഒരു അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. താങ്കൾ പറഞ്ഞതിന്റെ ഒരു കാര്യം വന്നു, ഹിന്ദുക്കൾ ഭരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇവരെല്ലാം ഹിന്ദുക്കൾ തന്നെ, അവിടെ അഹിന്ദുക്കൾ ഇല്ലാന്നാ ഞാൻ പറഞ്ഞോളൂ. ഹിന്ദുക്കളുടെ ഡെഫിനിഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഹിന്ദുക്കൾ ഭരിച്ചതിന്റെ കുഴപ്പമാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്.